മുത്തമിട്ട് പാടും ഞാൻ മുള്ളുകൊണ്ട് കൈമുറിഞ്ഞു വെന്നാലോ കൽബിൽ നിന്നു നെയ്യെടുത്തു തൂവും ഞാൻ പിറ പോലെ കാണാൻ നോമ്പേറ്റ് ഞാനും വിളി കേൾക്കുവാനായി ഞാൻ കാത്തു കാലം നീലനിലാവൊളി വെണ്ണൊലിയായി കോശിയ പച്ചിലയായി നാം ഒരു മാളിക തീർക്കുകയായി ആശകൾ പൂക്കുകയായി അതിലാവോളം വാഴാനായി നീ എൻ കൂടെ പോരാമോ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ ഒന്നാനം കുന്നിന്മേലെ കൈതോലക്കൂടും കൂട്ടി കൂടെ നീ പോരാമോ വേണുന്നോളേ ഇബിലീസ് കാണാപ്പൂവും മക്കയിലെ മുത്തും തന്ന കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ പൊൻകൊടിയ പൊൻകടഞ്ഞു നീറുമ്പോൾ സ്വർണ്ണങ്ങൾക്കും എഴുതിയൊപ്പം ഞാൻ തക്കയിട്ടു തക്കമിട്ടു വന്നാലോ കുപ്പിവെള്ള കൈപിടിച്ചു കൂട്ടും ഞാൻ കൊതി തീരെ കാണാൻ കൂടുന്നു ഹാല് മണിമാരനേറും ഈ ഗുരുമാല് രാവിലെ കൂട്ടിയ തുപ്പികളാൽ പാദുഷ കെട്ടിവരാം മാന്തളി ചൂടിയ ഭീതിയൊരാൾ മാറിലണിഞ്ഞലിയാ ഇനി നാളേറെ വാഴാനായി നീ എൻ കൂടെ പോരാമോ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ ഒന്നാനം കുന്നിന്മേലെ കൈതോലക്കൂടും കൂട്ടി കൂടെ നീ പോരാമോ വേണുന്നോളേ ഇബിലീസ് കാണാപ്പൂവും മക്കയിലെ മുത്തും തന്നാൽ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ പൂവമൂടി പൂതി തീർത്തു ദേവിയാക്കിടാം മാറിവില്ല നൂലു നൂത്തു താലി ചാർത്തിടാം നേരാരും കാണാത്ത പൂമീൻ തുള്ളുന്ന റാണി കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ അനുവേട്ടാ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാളെ വിളിക്കാൻ പോവാണ്. കുറച്ച് കൂടുതൽ സന്തോഷമില്ലേ? കോവളത്തു നിന്നാണ് അടുത്താണ് വരാൻ പോകുന്നത്. മധുങ്കൾ ആ ഇനി നമ്മൾ കൊറേ തുരുതുരാ വർത്താനം പറയാൻ പോവാണ്. യെസ് 3 പേര് റെഡി അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ധനശ്രീ അനിൽ ഓൺ സ്റ്റേജ്. ഒരു കുഞ്ഞുവാവയൊക്കെ ഉണ്ടല്ലോ കയ്യില്. ഒരു കുഞ്ഞും വേറൊരു കുഞ്ഞും. ആ കുഞ്ഞിന്റെ കയ്യില് കുഞ്ഞുവാവ. ഹായ് ചേച്ചി. ഇത് ചേച്ചിയുടെ കുഞ്ഞാണോ? ആണോ? ഇതിന്റെ പേരെന്താ? കുട്ടുമണി. കുട്ടുമണി പാർത്ഥിവല്ലേ? ഇതൊരു ഗേൾ കുട്ടുമണി. ഗേൾ കുട്ടി. ആ ഓ. ഡിഫറൻസ് മനസ്സിലാക്കണം. ഓക്കെ, കുട്ടി എന്താണ് വിശേഷം? കഴിഞ്ഞ ദിവസം എന്തൊക്കെയായിരുന്നു നമ്മുടെ എപ്പിസോഡില് അക്രോബാറ്റിക്സ്? ആ എന്തൊക്കെ കഴിവായിരുന്നു. അതാണ് ആണോ? അതൊക്കെ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തതാണല്ലേ. അയ്യോ എന്തോന്നായിരുന്നു തലകുത്തി നിക്കുക. അയ്യോ ആണോ? ഞാൻ ആ. മിസ് ചെയ്തോ? ആ ആ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇരിക്കുക. ഓ ശിശോ. യെസ്. അയ്യോ പിന്നെ പിന്നെ വേണ്ട. നമുക്ക് വലിയ ഇഷ്ടമാന്ന് അതെ തോന്നുന്നു. അതെ അതെ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിച്ചാൽ മതി കേട്ടോ. യോഗയാണോ? എന്നാലും ഒരു ചെറിയൊരു ആ എന്നാ കാണിച്ചു. ഇരുന്ന് എങ്ങനെയാ കാണിച്ചു കൊടുത്തേ മിന്നൂട്ടിക്ക്? ഹീല കൂരിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഡിസ്ക്ലൈമർ താഴെ കൊടുക്കണം. യെസ്. വാവ്. ഉയ്യോ കണ്ടാ? പുട്ടുപോലെയല്ലേ പുട്ട്. അമ്പടം മിടുക്ക. തനിക്കുട്ടിക്ക് എന്തോരം ടാലന്റ് ഉണ്ടെന്ന് അറിയാമോ? ഡാൻസ് ചെയ്യും, ഡാൻസ് ചെയ്യും, പിന്നെ യോഗ ചെയ്യും, സ്ട്രെച്ചിങ്സ് ചെയ്യും. ഭയങ്കര സംഭവ. അതെ. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ വിശേഷം ഉണ്ടോ?
നിങ്ങളെയൊക്കെ കുറിച്ചൊരു പാട്ട് ഞാൻ പാടും ഫ്ലവേഴ്സിനെയൊക്കെ കുറിച്ച്. ആരെയൊക്കെ കുറിച്ചാ? ആണോ? എല്ലാവരെയും. എല്ലാവരെയും എല്ലാവരെയും ആഹാ. കുറിച്ച്. ഓ. അതിപ്പോ പാടാൻ പോണ നമ്മളിപ്പോ പാടാൻ പോകുന്ന പാട്ട് പാടിയിട്ടാണോ അത് പാടുന്നത്? ആണോ ഇത് കഴിഞ്ഞിട്ടാ? ഓക്കെ. കഴിഞ്ഞിട്ടാ. എല്ലാം സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ, ഡിസിപ്ലിൻ ആണ്. അതെ. അതെ അതെ കൃത്യമായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, അടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പറ്റും. കറക്റ്റ് പ്ലാനിങ്ങിലാണെല്ലാം. തനു ആ. ആ ദിവസം എത്ര- ഉണ്ണി അങ്കിളിന്റെ പാട്ട് ഞാൻ ക്ഷേത്രത്തിൽ കണ്ടു. ഭയങ്കര തിരക്കായിരുന്നു. ആണോ? ഓ. ആറ്റുകാലല്ലേ? ആ. ആഹാ. മോളെ യോഗ ഡെയിലി ചെയ്യോ? ആ. ആണോ? ഇത് ചെയ്യും, പിന്നെ ഇത് ചെയ്യും. ഏത്? ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇത് ചെയ്യും, ഇത് ഇത് ചെയ്യും, ചെയ്യും, ഓക്കേ. ഇത് ചെയ്യും. ഓക്കെ. ആരാ ടീച്ചർ? ആരാ യോഗ ടീച്ചർ? എന്റെ സ്കൂളില് യോഗ ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ എനിക്ക് ഈ എക്സർസൈസ് ഒക്കെ പഠിപ്പിച്ചു തന്നു. അതേപോലെ അങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കണം, അത് പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ ടീച്ചറിനെ കാണിച്ചപ്പോ ടീച്ചർ ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഓ ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി അല്ലേ? എല്ലാ കൊച്ചുങ്ങളുടെ അടുത്തും ഇത് ചെയ്യാൻ പറഞ്ഞു. മിടുക്കി മോളാണല്ലോ. അതെ 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 അതെ. ആറ്റുകാലിൽ വന്നിട്ട് എന്നെ ഒന്ന് കണ്ടില്ലല്ലോ വന്നിട്ട് സ്റ്റേജില്. അത് ഭയങ്കര തിരക്കായിരുന്നു. സ്റ്റേജിൽ കണ്ടില്ല. കൊറേ നേരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോ ഓടി വന്നില്ലേ? ആ വന്ന് സംസാരിച്ചു അല്ലേ? ആ, Yes. സംസാരിച്ചിരുന്നല്ലേ? കൊറേ പേര് വന്നോണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. അതെ. എന്റെ ചങ്കയും ജംഗ്ലേ. അയച്ചപ്പോ ഞങ്ങളൊന്നും ചങ്കല്ലേ? പിന്നെ ഞങ്ങളെ വിളിച്ചില്ലല്ലോ. ചേച്ചിയും ചങ്ക. ആ അപ്പൊ മധുവങ്കളെ ചങ്കല്ല, ഉണ്ണിയങ്കളെ മധുവങ്കളും ഉണ്ണിയങ്കളും. ചങ്കാണ്. ഇവിടെ ഉള്ളവരും ആര്യ ചേച്ചിയും ചങ്കാണ്. അതാണ് മീനൂട്ടി ഉദ്ദേശിച്ചത്. മീനൂട്ടിയോ? Yes. ഓ ഡബിൾ ചങ്ക്. ഡബിൾ ചങ്ക. ഡബിൾ ചങ്ക കറക്റ്റ്. അപ്പൊ നമ്മുടെ ചങ്ക ഏതാണ് പാട്ട്? കിലുക്കാൻ ചെപ്പേക്കിങ്ങിണി കിലുക്കാൻ ചെപ്പേ കിങ്ങിണി. ചിരിക്കൊടുക്കയല്ലേ തേന്മണി ആഹാ. ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി. ഇതാർക്ക് വേണ്ടിയാണ് പാടുന്നത്? കുട്ടുമണിക്ക് വേണ്ടിയാണോ? കുട്ടുമണി. ഈ കുട്ടിക്ക് വേണ്ടി, ആണോ? ഈ കുഞ്ഞാവയ്ക്ക് വേണ്ടിയാ ഈ പാട്ട് പാടുന്നത്. എല്ലാ കുഞ്ഞാൾക്കും വേണ്ടി ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. Very good. ആണല്ലേ? വെരി ഗുഡ്. ലോകത്തുള്ള എല്ലാ കുഞ്ഞാവമാർക്കും വേണ്ടിയുള്ള ഒരു പാട്ടാ ഇപ്പൊ വരാൻ ആ പോകുന്നത്. കുഞ്ഞാവയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നോ? പല്ല് തേപ്പിച്ചോ വാവേ? ആണോ? നോക്കിയേ. പാപ്പം കൊടുത്തോ? ഓക്കെ. ചുണ്ടിൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട്. അയ്യോ അതിന്റെ മുഖം മൊത്തം ലിപ്സ്റ്റിക്. അത് ശരി. അപ്പൊ ഇഷ്ടംപോലെ ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കിലുകിലുക്കാൻ ചെപ്പേക്കിങ്ങിണി ചിരികൊടുക്കയല്ലേ തേന്മണി ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി ചക്കരമുത്തം താനീ
കുടം വായു അന്നാരം പുന്നാരം കിന്നാരം പണനേരം തരം കുട്ടിവ പാലുടി താരാട്ടവ കുക്കുവ കിലുകിലുക്കാൻ ചെപ്പി കിങ്ങിണി ചിരി കൊടുക്കേ അല്ലി തേൻമണി ചിത്തിര മുത്തേ സത്തി പൊന്മണി ചക്കര മുത്തം താനി കൺമണി കണ്ണന മത്തം നാനി മീൻമണി മാളിക വീട്ടിലെ മേലാത്തിയമ്മയുടെ ബന്ധത്തിൽ അഞ്ചതിൽ മിണി ചെല്ലമ്മി വാ കിലുകിലുക്കാം ചെപ്പേ കിങ്ങിണി ചിരി കൊടുക്കേ അല്ലി തേൻമണി ചിത്തിര മുത്തേ സത്തി പൊന്മണി ചക്കര മുത്തം താനി കൺമണി ചങ്കേ ധനശ്രീ കുട്ടി. എന്താ എന്ത് രസമായിട്ട് പാടണേ. താങ്ക് യു ആഹാ അവിടെ എന്താണ് എല്ലാം സെറ്റാക്കാണ്. എന്നിട്ട് ഇങ്ങനെ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൈലിൽ നിക്ക അല്ലേ? അതെ. ഫാഷൻ പരിപാടിയാ ആണോ? ഫാഷൻ കഴിഞ്ഞിട്ട് ആണോ? ആ ഇങ്ങനെ മോഡലിംഗ് ആണ്. അതെ അതെ, ഇടയ്ക്കൂടെ അതൊക്കെ ഉണ്ട്. മോഡലിംഗ് ഉണ്ടോ? മോഡലിംഗ് ഉണ്ടോ? ആ ഇടയ്ക്ക് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ നടക്കാറുണ്ടോ? ഫാഷൻ ഷോയിൽ നടക്കുന്ന പോലെ ആ ഉണ്ടോ? ആ അതെപ്പോഴായിരുന്നു? അതെങ്ങനെയാ അത്? കാണിച്ചു തരാം അത് തന്നെ. അതൊക്കെ ചോദിക്കരുത്, അപ്പൊ തന്നെ അവൾ കാണിക്കൂ. എല്ലാം പഠിച്ചു വെച്ചേക്കാ. Professionalism on scene. അതെ. ആ കഴിഞ്ഞോ? അത്ര ഉള്ളോ? ആ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതെ, മാത്രല്ല ആ കാലിങ്ങനെ വെക്കുന്ന അതെ 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 അതെ. ആ രീതിയിലുണ്ടല്ലേ? കൈ ഇങ്ങനെ കാണിക്കുന്നതും. കൈ ഇങ്ങനെ വെച്ച് അതെ കണ്ടോ? അതെ 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 അതെ. Professionalism ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. മീനു അതൊക്കെ പഠിക്കാൻ മീനു. അതെ. കൈ ഇങ്ങനെ വെച്ചാൽ തനു വലുതാകുമ്പോഴേ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആവും കേട്ടോ. ഒരു അതെ, സംശയമില്ല. ഉറപ്പായിട്ടും അതെ. ഞാൻ ഡോക്ടറാവും ആഹാ. ഡോക്ടറാണ് അവനെ. ഡോക്ടറാണ് ആവേണ്ടത്. ആ ഡോക്ടർ, പാട്ടുകാരി, അതുപോലെ ഡാൻസുകാരി, മോഡൽ. All in all. All in all, ആ. yes. മോഡൽ. എന്താ ചെയ്യാ, അല്ലേ? ഫാഷൻ ക്വീൻ അല്ലേ? ആ ആ കിങ്ങിണി എന്ന് പാടിയത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ കിലുകിലുക്കാം ചെപ്പേ കിങ്ങിണി അതാണ്. പിന്നെ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ. കിലുകിലുക്കാം ചെപ്പേ കിങ്ങിണി ആ, ചിരി കൊടുക്കേ അല്ലി തേൻമണി ആ അടുത്ത സംഗതി. ചിത്തിര മുത്തേ സത്തി പൊന്മണി ആ അടുത്തത്. ചക്കര മുത്തം താനി കൺമണി ആ അതാണ് സംഗതിയൊക്കെ. കണ്ണാരമ്പത്തൻ വാനി മിന്നണി മാളിക വീട്ടിലെ മേലാത്തിയമ്മയുടെ മനസ്സത്തിൽ അഞ്ചത്തിലും മിണിച്ചല്ലമ്മി വാ, കുക്കു, ചിക്ക, ചിക്ക. ജിംക്ക് ചിക്ക കൊള്ളായിരുന്നു കേട്ടോ. ഭയങ്കര ടഫല്ലേ? ജിംബ് ചിക്ക പാടാൻ ഭയങ്കര ടഫല്ലേ? അങ്ങനെ ജിംബ ചിക്കാന്ന് പറഞ്ഞാ മതി. ജിംക്ക് ചിക്ക എന്ന് വെറുതെ പറഞ്ഞാൽ മതി. അച്ഛനാണോ അമ്മയാണോ ഈ പാട്ട് പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചില്ല, ഞാൻ കേട്ട് പഠിച്ചു. തനിച്ച് പഠിച്ചോ? ആണോ? ആഹാ. കൊള്ളാലോ. മധുചേട്ടൻ എന്താ പറയുന്നുള്ളൂ? ധനശ്രീ മുഖം നോക്കി വാൽ കണ്ണെഴുതു നീ. ധനശ്രീ കുട്ടി കൊള്ളാൻ നല്ല ഉടുപ്പാണല്ലോ. ഇത് സ്കൂൾ യൂണിഫോം ആണോ? അല്ല, പിന്നെയോ? അവിടത്തെ അമ്മമ്മ എനിക്ക് മേടിച്ചു തന്നത്. ആ അമ്മ മേടിച്ചത്. കൊള്ളാട്ടോ. സൈഡിൽ എന്താ ഒരു ബാഡ്ജ് പോലെ? അപ്പുറത്തെ സൈഡ് ഇതാണോ? ആ അത് അതിലുള്ള ഒരു എഴുത്താ അത്. എഴുത്താണോ? ആ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കണ്ടോ? അത് ശരി, അത് കൊള്ളാലോ. അതും ഒരേ കളർ തന്നെയാണല്ലോ. ഇതിന്റെ കൂടെ ഉള്ളതാണോ ഉടുപ്പിന്റെ? ഇതിന്റെ കൂടെ ഉള്ളത് ഇവിടെ ഒരെണ്ണം കെട്ടാനും ഇത് ഒരെണ്ണം തലയിൽ ഓ കെട്ടാനും ഓക്കെ ഓക്കെ ഓക്കെ. ഉള്ളതാ. എന്തായാലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പാടിയതാണെങ്കിൽ പറയാനുമില്ല. എന്ത് രസമായിട്ടാ പാടിയേ. ആ എനിക്ക് ആ ഉണ്ണിക്ക് ചാഞ്ചാട്ടം അല്ലേ? അത് രണ്ട് വാക്കുണ്ട്. ആ, അതെ, തുള്ളാട്ടവും ചാഞ്ചാട്ടവും. അതന്നെ. അതെ, അട്ടം കുറച്ച് കഴിഞ്ഞിട്ടാ പറഞ്ഞത് അല്ലേ? ആ അതെ, എനിക്ക് ചാഞ്ചാട്ടം. ആ അതാണ് പറഞ്ഞത്. ചാഞ്ചാട്ടം തുള്ളാട്ടം. കൊള്ളാം കൊള്ളാം, നൈസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മിടിക്കായിരുന്നു, നന്നായിട്ട് പാടി. താങ്ക് യു. മധുങ്കലിന് ഇഷ്ടപ്പെട്ടു. ആ നീ എന്തോ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞില്ലേ? ഉണ്ണിയങ്കിള് പറഞ്ഞതിന് ശേഷം നമുക്ക് അത് കേൾക്കാം. ഓക്കെ,
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിനെ പാട്ട് പറ്റി പാടാൻ അങ്ങനെ മുട്ടി നിൽക്കുക അല്ലേ? അതെ 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 അതെ. ഇങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ അതെ ധനശ്രീ കുട്ടി എന്താ ഒരു സ്റ്റൈലിഷ് ഗേൾ ആണല്ലോ ധനശ്രീ കുട്ടി. അത് പറയുമ്പോ തന്നെ അവൾക്ക് അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര അപ്പോഴത്തേക്കും അതെ 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 ഇഷ്ടാ. അതെ എന്താ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ മീനുകുട്ടി? അതെ അതെ ഭയങ്കര സ്റ്റൈൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാ. ബ്യൂട്ടിഫുൾ, സ്റ്റൈൽ ക്വീൻ. കോൺഫിഡന്റ് ആൻഡ് പ്ലസന്റ്. ത്രൂ ഔട്ട് ദ സോങ് നല്ല പ്ലസന്റ് ആയിരുന്നു. തിരിച്ച് വളരെ ഇതല്ല എന്ത് എന്നുള്ള മാതിരി അതെ അതെ താങ്ക് അതെ യു അല്ലേ? ഗംഭീരമായിട്ട് പാടി മോളെ. താങ്ക് യു ഒരു സ്ഥലത്ത് തെറ്റിക്കാതെ ഗംഭീരമായിട്ട് ആ സ്റ്റൈലും കീപ്പപ്പ് ചെയ്ത് അസലായി പാടി മോളെ കേട്ടോ. താങ്ക് യു ഇപ്പൊ അടുത്ത പാട്ട് കേൾക്കാൻ റെഡി ആയിട്ട് ഇരിക്കാം നമ്മള്. ഓക്കെ, യെസ് യെസ്. പക്ഷെ പാട്ടിന്റെ ഹൈലൈറ്റ് ജിങ്ക് ജിക്കയായിരുന്നു ആ, അല്ലേ അല്ലേ നിങ്ങക്ക് മൂന്നാൾക്കും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ? സമ്മതിക്കണല്ലേ ഞങ്ങളെ. ഓ പിന്നെ എന്തൊരു ബുദ്ധിമുട്ട് അറിയോ അത് പാടാൻ? ഭയങ്കര സംഗതിയാ. അതെ ഏറ്റവും ടഫ് അതായിരുന്നു ഈ ഒന്ന് പാട്ട്. പറഞ്ഞ ജിങ്ക് ചിക്ക. ഓ എനിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട് ഇവിടെ വന്ന് നിക്കുക സരിഗമ പദനി. എന്ന് പറഞ്ഞ മീനൂട്ടി ജിങ്ക് ചിക്ക അത് ഏത് അത് കൊള്ളാട്ടോ. നൊട്ടേഷൻ എന്താണ്? ഏ നൊട്ടേഷൻ സരിഗമ പദ്ദനി ഇന്നലെ കുറച്ചു പറഞ്ഞേ സരിഗമ പദനി. ആ. ജിങ്ക് ചിക്ക. ആ. കേട്ടോ? ഓക്കെ, ശരി മറക്കല്ലേ. ഒരിക്കലും ഇല്ല. ഒരു പാട്ട് കേൾക്കണ്ടേ? അത് ഏത് പാട്ടാ? അതാ മെയിൻ പാട്ട്. ഫ്ലവേഴ്സിന്റെ ആണോ? ആ. കേക്കട്ടെ കേക്കട്ടെ. ഒന്ന് മിനിറ്റാണേ ഇന്ന് മിന്നിച്ചോളന്ന് ഒന്ന് മിന്നിച്ചോളനെ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ഞാൻ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ഞാൻ. കോവളങ്കാരിയും അമ്മ തൻ വാവയും അച്ഛന്റെ സുന്ദര സ്വപ്നം ഞാൻ. അടിപൊളി. കോവളങ്കാരിയും അമ്മ തൻ വാവയും അച്ഛന്റെ സുന്ദര സ്വപ്നം ഞാൻ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ഞാൻ. മിന്നിക്ക് മിന്നിക്ക്. ഒരു പൂജ ജഡ്ജസ് ഗ്രൂമേഴ്സ് അങ്കിൾമാരും സുന്ദരി അവതാരിക ഓർക്കസ്ട്ര അങ്കിൾമാരുടെ അനുഗ്രഹത്താലെന്നും നന്നായി പാടാൻ കഴിയുമല്ലോ. സൂപ്പർ ഡയറക്ടർ, സൂപ്പർ പ്രൊഡ്യൂസർ, ആഹാ. സൂപ്പർ ക്യാമറ, സൂപ്പർ എഡിറ്റിംഗും സൂപ്പർ സൗണ്ടിങ്ങും സൂപ്പർ മേക്കപ്പും സൂപ്പർ പ്രൊഡക്ഷനും സൂപ്പർ ഫ്ലോറുമല്ലോ. നന്ദി നന്ദി ആഹാ. ഫ്ലവേഴ്സ് ചാനലിനു നന്ദി. സാരിഗപ നിഗപ നി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ഞാൻ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 സിക്സിൽ. ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ ആഹാ ആഹാ. സൂപ്പർ സൂപ്പർ. ഇത് ആരുടെ ഐഡിയ മോളെ? അതെ ഇത് ആരാ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചേ? ആരുടെ ഐഡിയ ആണിത്? ഈ വരികൾ ആ, ഇതിന്റെ വരികളും music, ഇത് സംഗീതവും. കാര്യമായിരുന്നു. അച്ഛനാ? അച്ഛൻ. അച്ഛനാ മുഖം വരികളച്ഛൻ, കണ്ടപ്പോഴേ തോന്നി. സംഗീതമച്ഛൻ. അച്ഛൻ നമസ്കാരം. അതെ ഹംസധ്വനിയിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അതെ. അവസാനം സ്വരമൊക്കെ ഉണ്ടല്ലോ. സരിഗപ റിഗപ നി. സാരിഗപ ദിഗപ നി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ലിറ്റിൽ ഏഞ്ചൽ ധനശ്രീ കുട്ടി. ഓ, ശ്വാസം ഇത്രയും ശ്വാസമുള്ള ഇത്രയും ഗംഭീരമായിട്ട് പാടുന്ന നമ്മുടെ ധനശ്രീ കുട്ടിക്ക് നമ്മുടെ താനൂന പോരട്ടെ ഒരു മധുര മഴ. yes. അതാ ഓക്കെ ഓക്കെ അല്ലേ? Okay. ആ എന്നാ ടാറ്റ ബൈ ബൈ. ബൈ. ഈ വാവേനെ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് കൊടുക്കട്ടെ.
ഇനി മെലഡി ഹിറ്റ്സ് ആണ് വരാൻ പോകുന്നത്. മെലഡി ഹിറ്റ്സിന് പാടാനായിട്ട് എത്തുന്നത് ഒരു സെലിബ്രിറ്റിയാണ്. MJ അങ്കിളിന് ഈ സെലിബ്രിറ്റിയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ടാവും. ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ് വരാൻ പോകുന്നത്. ഓ മനസ്സിലായി. ആ ആണോ? അതാണ് MJ അങ്കിൾ തന്നെ പാടിപ്പിച്ച playback singer അല്ലേ? അതെ, നമ്മുടെ കുഞ്ഞാറ്റയാണ്. ലെറ്റ്സ് വെൽക്കം കുഞ്ഞാറ്റ കിളി ഓൺ സ്റ്റേജ്. ഉണ്ണിയങ്കളെ, നമസ്കാരം. മധു സാറേ, യെസ് യെസ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. കുഞ്ഞാറ്റ കിളി, വീണ്ടും ഹലോ. ഹലോ. ഏതോ തണുപ്പുള്ള രാജ്യത്തു നിന്നാണ് വരവ്. അല്ലല്ല, ഒരു റാംബോ ഒക്കെ ചെയ്യാനായിട്ട്. ഫർ. അതെ. ആ തൂവലൊക്കെ ഏട്ടാ കുഞ്ഞാറ്റ വന്നിരിക്കണേ. ആ. കുഞ്ഞാറ്റ ഫിലിമിൽ പാടിയോ? യെസ്, ഏതാണ്? സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ ആഹാ. സിനിമ. പിന്നെ ഒരെണ്ണം കൂടി പാടിയില്ലേ? അർജന്റീന ചേസലാം. രണ്ടും MJയുടെ മ്യൂസിക്കിലാണോ? സ്വാമിയെ ശരണമയ്യപ്പ MJ ചന്ദ്ര സാറിന്റെ കയ്യില്. പിന്നെ മറ്റേത് പ്രമോദ് സാരംഗ് സാർ. ആഹാ. യാ. അപ്പൊ ഇതിനൊക്കെ ട്രീറ്റ് വേണല്ലോ. അതെ, ചെലവുണ്ട്. സ്നേഹം മാത്രം. സ്നേഹം ഷെയ്ക്കാൻഡ് കള്ളാണ്. അല്ലേ? ഷെയ്ക്കാൻഡ് പുഞ്ചിരി. ഈ രണ്ട് സിനിമയില് രണ്ട് ജനുസിലുള്ള പാട്ടാണ്. ആ. അത് കുഞ്ഞാറ്റ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത്. കുഞ്ഞുങ്ങള് അവരുടെ ടാലന്റ് എന്ന് പറഞ്ഞാൽ അസാമാന്യമാണ്, അസാധാരണമാണ്. അത് റെക്കോർഡിങ്ങിലും അങ്ങനെയാണ് തെളിയുന്നത്. അതെ. ഓരോരുത്തരും പാടുമ്പോ നമ്മുടെ റിയാൻ കുട്ടനും പാടിയിട്ടുണ്ട് കേട്ടോ. അതെ. ഒരു പോർഷൻ റിയാൻ കുട്ടനും പാടിയിട്ടുണ്ട് ആ പാട്ടില്. ഉം. യെസ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ബാക്കി എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പൊ മറക്കാൻ പറ്റാത്ത ഒരു ഒരു അനുഭവമായിരുന്നു. കുഞ്ഞും കൂടി ഉണ്ട് ഇവിടെ. ഒരു കുഞ്ഞും കൂടി ഉണ്ട്. ആ, കുറച്ച് വലിയ ഓ, കുഞ്ഞാണ്. അത് ഏറ്റവും ചെറിയ കുഞ്ഞ് ഇവിടുത്തെ. ചെറുത് അതെ. മധുകുഞ്ഞ് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് ഒരു പാട്ട്. പിന്നെ ശ്രീകുട്ടനും MG അങ്കിള് പാടിയിട്ടുണ്ട്. ഉഗ്രം പാട്ട്. അതെ, ഒരു ഫാസ്റ്റ് നമ്പർ. അതെ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ആരാ അത്? പരിചയപ്പെടുത്തി. എന്റെ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ തന്ത്രിയും തന്ത്രിയുടെ ഫാമിലിയുമാണ്. നമസ്കാരം നമസ്കാരം. 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 എന്നെ ഭയങ്കര ഇഷ്ടമാണ്, കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ആഹാ. കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് അല്ലേ? പേരൊന്ന് പറയാവോ? കണ്ണൻ എന്നാണ് പേര്. ഓ ശരി. കുഞ്ഞാറ്റന്റെ ഭയങ്കര അത് ഇഷ്ടമാണ്. ഞാൻ പാടാൻ പോവായിരുന്നു. അടുത്ത ആള്? രേവതി നാളാണോ? ശ്രുതിയാണോ? ശ്രുതി. അശ്വതി. അശ്വതി നാള്. രേവതി നാളെ എന്റെയാ. അതാണ് അത്. ആ, വലിയ വലിയ ആൾക്കാരൊക്കെയാണ് രേവതി നക്ഷത്രത്തില് അല്ലേ? അടുത്ത ആളുടെ പേര് ജനു, ജനവ്. ഓക്കെ. ജിഷ്ണ, ജിഷ്ണ. കുഞ്ഞുമണിയുടെ പേര് ജാൻവി. ജാൻവി. ഓക്കെ. അപ്പു. ഓക്കെ. ശില്പ. ഓക്കെ. എല്ലാരെയും പരിചയപ്പെട്ടു. പാട്ട് കേൾക്കാല്ലേ നമുക്ക്? ഏത് പാട്ട്? പ്രേമിക്കുമ്പോൾ നീയും ഞാനും. ഓ അത് ശരി. അതിലൊരു നാണം ഉണ്ടല്ലോ. പ്രേമിക്കുമ്പോൾ നീയോ ഞാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. എനിക്കും ബിജിയുടെ എന്റെ ബിജിയുടെ favorite ബിജിയുടെ വൺ ഓഫ് ദ പാട്ടാ. ബെസ്റ്റ് ആണ്. അതെ, അത് ഉഗ്രം പാട്ടാണ്. ഭയങ്കര എനിക്കും വളരെ അതുപോലെ ഇഷ്ടപ്പെട്ട. ജേട്ടന്റെ ശബ്ദം ഈ പാട്ടിൽ പ്രത്യേകിച്ചും അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. മാത്രമല്ല അത് ലിറിക്സ് റഫീഖ് കമ്മദ് അല്ലേ? ഉം. Yes. അയ്യോ, അദ്ദേഹത്തിന്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ അല്ലേ? ആ. പ്രേമത്തെയും പ്രണയത്തെയും ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള പാട്ടുകൾ കുറവാണ്. അതാണ് റഫീഖിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ബിജിയുടെ ബ്യൂട്ടിഫുൾ മ്യൂസിക് അല്ലേ? അപ്പോൾ പാടിക്കോ. ഓക്കെ സാർ. ബാക്കി ഡീറ്റെയിൽസ് പ്രേമേന്ദ്രൻ ചേട്ടാ. സോറി, ജയേന്ദ്രൻ ചേട്ടാ. മധു എന്ന് പറഞ്ഞാൽ അറിയാലോ. ഹണി ഹണി. മണി. വന്നിട്ട് പോയിട്ട് ഉണ്ണിയങ്ങള് മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിൽ പെടാത്ത. ഞാൻ ഈ അത് നാട്ടുകാരനെ ഉണ്ണിയല്ലേ? അത് ഉണ്ണിയല്ലേ? അതുകൊണ്ടാ വളർന്നിട്ടില്ല ഉണ്ണിയങ്ങൾ. അതുകൊണ്ടാ. ഉണ്ണിച്ചേട്ടനെ അറിഞ്ഞൂടാ. അതെ. എന്താ ബാക്കി ഡീറ്റെയിൽസ്? ഫിലിം സോൾട്ട് ആൻഡ് പെപ്പർ, ആ. വർഷം 2011. ഓക്കെ. പാട്ട് കേൾക്കാം അല്ലേ? അങ്ങനെ ഒരു ഡുവേറ്റ് സോങ് ഒറ്റയ്ക്ക് പാടാൻ പോകണം യെസ്. അല്ലേ? ആ. തകർക്കണം നമുക്ക്. ഓക്കെ. യെസ്. ആരോടാ കളി? അതെ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ തേരിൽ
വെരി നൈസ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. കുഞ്ഞാറ്റക്കുട്ടി എന്തോ ഓർമ്മയുണ്ടോ എന്നെ? ഓർമ്മയുണ്ട് സാർ. ഇപ്പൊ ഏത് ക്ലാസ്സിലെ മോള്? 6th ഇപ്പൊ 7th ഈ 6th പഠിക്കുമ്പോ തന്നെ ഒരു റെക്കോർഡിംഗ് പാടിയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് പറയൂ. എന്തോ അടിപൊളി ഫീലിംഗ് ആയിരുന്നു. അതൊരു സർപ്രൈസ് കോളായിരുന്നോ MJ-യുടെ? സർപ്രൈസ് ആയിരുന്നു. ആണോ? പാട്ടൊക്കെ അവിടെ പോയിട്ടാണോ പഠിച്ചേ? പാട്ട് എനിക്ക് നേരത്തെ അയച്ചു ട്രാക്ക് തന്നോ? അയച്ചു തന്നു. ആ. അപ്പൊ ഞാനത് പഠിച്ചു പാടി. ക്യാരക്ടർ എന്താന്നൊക്കെ പറഞ്ഞു തന്നോ MJ? AI സിനിമയാണ്. ആ. പിന്നെ അത് എന്തോ ബസ്സില് യാത്ര ചെയ്യുമ്പം ഉം. എന്തോ ബസ്സിലല്ലോ, ഒരു ബസ്സിൽ. ഒരു ബസ്സില് യാത്ര ചെയ്യുമ്പോ പാടുന്ന പാട്ടാന്നാ പറയണേ. നന്നായി പാടിയാ? എനിക്ക് നന്നായി തോന്നി, ജയചന്ദ്രൻ സാറിന് നന്നായി തോന്നി. ഇനി ആരെങ്കിലും മാറ്റി പാടിപ്പിക്കണം. എന്ത് പറഞ്ഞു ജയചന്ദ്രൻ സാറ്? എന്റെ അടുത്ത് പറഞ്ഞു, ചിത്രാമ്മനെ കൊണ്ട് പാടിക്കട്ടെ, സുഭദ്ര വെറുതെ ട്രാക്ക് പാടിയതാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു പാടിയത് അല്ലേ? തൃപ്തികരമായി? യെസ്. ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. അപ്പൊ ഈ പ്രേമത്തിന്റെ ഈ പാട്ടും അതിഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് അതിഗംഭീരമായിട്ട് പാടി. താങ്ക് യു കേട്ടോ? സാർ. താങ്ക് യു. പിന്നെ അവിടെ ഇവിടെ ചെറിയ ഇൻപെർഫെക്ഷൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ നെഗ്ലിജിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ടോട്ടലി ആ പാട്ടിന്റെ ഒരു ഫീല്, ആ പാട്ടൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് ഭയങ്കര രസമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയത് കുഞ്ഞാറ്റയുടെ ഒരു ഭാഗ്യം എന്ന് പറയണം. യെസ്. നന്നായി പാടി മോളെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. മിസ് കുഞ്ചാറ്റ, യെസ് മധു സാർ. നന്നായിരുന്നു. നല്ല 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 ഭംഗിയുണ്ടായിരുന്നു പാട്ട് കേൾക്കാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. Thank you. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയതിൽ. താങ്ക് യു. ആ, പല ഭാഗങ്ങളും സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അതങ്ങനെ കംപ്ലീറ്റ് ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. പിന്നെ അല്ലറ ചില്ലറ അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് എനിക്ക് തോന്നിയത് കുറച്ച് മോഡുലേഷൻ, ഡൈനാമിക്സ്, ഒരു മലരിതളാൽ, അതും നിഴലുകൾ ചായും, അങ്ങനെയൊക്കെ പാടുമ്പോൾ ആ ഭാഗം ഒന്ന് പാടിയേ. ഒരു അതിന് കുറച്ചും കൂടി ഡൈനാമിക്സ് കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു മലരിതളാ ഒരു മലരിതളാ മലർവനി തീർക്കും വിരഹ നിലാവാ, അത് നിലാവാ വിരഹ നിലാവാ മരുവും തീർക്കും യെസ്. ഫിനിഷിംഗ് അസലായി പാടി. അതെ, അത് നന്നായിരുന്നു, ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. അതുപോലെ തന്നെ നിഴലുകൾ ചായും ആ ഒരു ഡൈനാമിക്സ് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ നീയും ഞാനും കുറച്ചൊന്ന് ലാസ്റ്റ് പല്ലവിയിൽ ഒരു സംഗതി പോലെ വരുന്നില്ലേ? നീയും ഞാനും ആ, ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. കറക്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആയില്ല. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ, അതൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. മിടുക്കി. സംശയമില്ലല്ലോ. ഒരു മലരിതളാ മലർവനി തീർക്കും വിരഹ നിലാവാ മരുവും തീർക്കും പ്രേമം. ഉണിച്ചേട്ടാ, എനിക്ക് കുഞ്ഞാനെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ നേരത്തെ മധു പറഞ്ഞ കാര്യമാണ്, എങ്ങനെ ഉൾക്കൊള്ളുന്നു ഒരു പാട്ടിനെ. അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറക്റ്റായിട്ട് കൺസീവ് ചെയ്യാം അല്ലേ? ആ ഒരു കോൺസെപ്റ്റ്, എങ്ങനെ ഓരോ പാട്ടും എങ്ങനെ അത് എതിരേൽക്കണം. അതിന് പാട്ടിനെ നേരിടുകയല്ല കുഞ്ഞാറ്റ ചെയ്യുന്നത്, എതിരേൽക്കുകയാണ് ചെയ്യുന്നത്, കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓരോ നോട്ടും ഓരോ കഥ പറയുന്ന രീതിയിൽ കുഞ്ഞാറ്റ പാടുന്നുണ്ട് പാട്ടുകൾ, ഏത് ജനസിലുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജനസിലുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ഒരു നല്ലൊരു കൈഡി കൊടുത്തു. അങ്ങനെയാ പുറകിലടന്ന് ചോദിച്ചു വാങ്ങിച്ചതാ ഈ പാട്ട്. ചോദിച്ചു അത് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാന്ന് തോന്നുന്നു അല്ലേ? വേറെ ആർക്കും കൊടുക്കരുത്, ഇത് എനിക്ക് തന്നെ വേണം. അനുഷ്ക ചേച്ചിക്ക് കൊടുക്കും കൊറേ പറ്റിച്ചു. എല്ലാരും ഇങ്ങനെ പറ്റിക്കാണല്ലോ. ചിത്ര ചേച്ചി അഭിപ്രായം അനുഷ്കിന് കൊടുക്കാമായിരുന്നു ശരിക്കും. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാരും പറ്റിക്കാണല്ലോ. ചിത്ര ചേച്ചി കൊണ്ട് പാടിക്കാന്ന് പറയുന്നു. ഇപ്പൊ എനിക്ക് തന്നെ കിട്ടുന്ന എനിക്കറിയാം. അറിയാല്ലേ ഇപ്പൊ? സത്യസന്ധമായിട്ടുള്ള കാര്യം എനിക്കറിയാം. അല്ല, ഇപ്പൊ ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും കുഞ്ഞാറ്റ തന്നെയാണ് പാടേണ്ടതെന്ന് തെളിഞ്ഞു. നേരത്തെ മധു പറഞ്ഞ വാക്ക് തന്നെ വയ്ക്കാം, ഭംഗി. ആ ഭംഗി നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാർ. അഭംഗികൾ കുറവായിരുന്നു അല്ലേ? അപ്പൊ ഈ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്
നമ്മൾ ഇവോൾവ് ചെയ്യുന്നത് ആ ഇൻവോൾവ്മെന്റിൽ നിന്നാണ്. ആ ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടെ ഈ പാട്ടിന് കൂട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ശബ്ദം കുറച്ചും കൂടെ Light ആക്കണം. Yes. ലൈറ്റർ. ആ മനസ്സിലായില്ലേ? അതൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമോ? പ്രേമിക്കുമ്പോൾ നീ പ്രേമിത്താര പ്രേമിക്കുമ്പോൾ നീയും ഞാനും യെസ് നീരിൽ വീഴും പൂക്കൾ. ബ്യൂട്ടിഫുൾ. സൂപ്പർ. താങ്ക് യു. അങ്ങനെ ഒരു കേൾവിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് തരത്തിലുള്ള പാട്ടാണ് അതനുസരിച്ച് നമ്മൾ മാറുകയാണ്. ആ പാട്ടിനെ മേക്ക് ബിലീഫ്, ഇതാണ് ആ പാട്ടെന്ന് നമ്മൾ തോന്നിപ്പിക്കുകയാണ് അല്ലേ പാട്ടുകാരി. അത് വേണം. പിന്നെ നാന 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 ഇല്ലേ, അത് കുറച്ചും കൂടെ സോഫ്റ്റർ ആയിട്ട് പാടാം. മരവും തീർക്കും പ്രേമം. കുറച്ചുകൂടെ സോഫ്റ്റ്, മരവും തീർക്കും. കുറച്ചുകൂടെ സോഫ്റ്റ്. അത് സ്വകാര്യത്തിന്റെ വളരെ അടുത്ത് വരെ, അതായത് മരവം എന്ന് പറഞ്ഞ തൊട്ടടുത്ത് വരെ വന്നം. അങ്ങനെ വേണം. മരവും തീർക്കും പ്രേമം. ആണ്. മർമരം എന്ന് കേട്ടിട്ടുണ്ടോ? മർമരം എന്താ? മർമരം അറിയില്ല. മർമരം അതാണ് മർമരം. മർമരം സ്വകാര്യം പറഞ്ഞ പോലെ അതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പാടിയാലാണ് രസമായിരിക്കുക കേട്ടോ. ഓക്കെ. മീനുട്ടാ, എന്തോ ഞാൻ ആലോചിക്കായിരുന്നു പഴയ കാലം തൊട്ട് ഇതുവരെ പ്രേമത്തിന്റെ ഒരു പ്രയാണം അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത്. പണ്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന എങ്ങനെയാ? പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, പ്രേമ ഭിക്ഷുകി എന്ന് വിളിക്കുന്നത്. എന്താ അർത്ഥം? പ്രേമത്തിൽ ഇപ്പൊ ഡോക്ടറേറ്റ് എടുത്തോണ്ടിരിക്കുന്ന ആളാണ്. വേണ്ട വേണ്ട വേണ്ട, അച്ഛനാ പറയുന്നത്. അച്ഛൻ അച്ഛൻ. ഇതെല്ലാം നിങ്ങൾ രണ്ടാമതല്ലേ പറയുന്നത്? ഞാനൊരു അക്ഷരം മിണ്ടിയോ? അമ്മാവനാണെന്ന് ഞാൻ ഈ പ്രേമം എന്നുള്ള വാക്കും പ്രേമ ഗാനങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മീനിട്ട് ഇഷ്ടപ്പെടുന്നത്. ഡിഗ്രി നിർത്തിയിട്ട് അതിലേക്ക് തിരിഞ്ഞാലോ എന്ന് ആലോചിക്കായിരുന്നു. പ്രേമോ എന്താണ്? ദിവ്യമാമൊരു അനുഭൂതി. അച്ഛൻ വെറുതെ പറയുന്നതാണ്. ദിവ്യായ ഒരു അനുഭൂതി അല്ലേ? ദിവ്യായ അത് തന്നെ. ഇങ്ങനെ മണിയടിക്കാൻ എന്തൊക്കെ പരിപാടികളാണ്. നോട്ട് ദ പോയിന്റ്. ഉണ്ണിച്ചേട്ടന് അത് ഫോളോ ചെയ്യാം. എനിക്കും ഫോളോ ചെയ്യാം. വീട്ടിൽ പോണ്ടേ? പിന്നെ ONV സാർ എഴുതി പ്രണയമൊരസുലഭ മധുരമാം നിർവൃതി എന്ന് എഴുതി. ഈ പാട്ടില് റഫീഖ് എഴുതി പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ എന്ന് എഴുതി. പിന്നെ നമ്മള് ആ പാട്ട് ഞാൻ മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞേ പോയി നമ്മൾ. അങ്ങനെ പല കാലങ്ങളിലൂടെ മലയാള സിനിമ പാട്ടുകളിൽ ഈ പ്രണയഗാനങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ കുഞ്ഞാറ്റാസ്? ഇവിടെ മാർക്ക് തീരുമാനിക്കുന്ന ആരാണ്? ക്യാപ്റ്റൻ അല്ല. ക്യാപ്റ്റൻ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ആക്ടിംഗ് ക്യാപ്റ്റൻ ആരാണ്? മധുചേട്ടൻ. ഞാൻ ക്യാപ്റ്റൻ അല്ല. മധുചേട്ടൻ ആക്ടിംഗ് ക്യാപ്റ്റൻ. മധുചേട്ടൻ എത്രയാണ് മാർക്ക്? ആക്ടിംഗ് അല്ലേ? കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക്, കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98 out of 100. ആക്ടിംഗ് അല്ലേ? കംപ്ലീറ്റ് ആക്ടിംഗ്. ഓ സീൻ തന്നെ മതങ്ങൾ. ആ ഉള്ളില് നടനം ഉണർന്നു വേഗം തന്നെ. അതാണ് ആക്ടിംഗ് ക്യാപ്റ്റൻ. അതെ 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 അതെ. ഒരു നാടകം പോലെ ഉണ്ടായില്ലേ? അതിനെ ഉറക്കി കിടത്തു ഞാൻ. നാടകത്തിന്റെ അനൗൺസ്മെന്റ് പോലെ ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. MJ അറിയാലോ, തല അജിത്തിന് പകരം നായകനാവാൻ പോയ ആളായിരുന്നു. ആണോ? അയ്യോ, ആ കഥ MJ അറിയാൻ മേലേ? ഏത് MJ കേട്ടിട്ടില്ലേ മധുങ്ങൾ? ഇല്ല, ചുമ്മാ നുണ പറയണതാ. കേട്ടിട്ടുണ്ട്. മധു നുണ പറയുന്നത് അല്ലല്ലോ, മധുങ്ങൾ സത്യം പറഞ്ഞതാ. അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. അതേതാ ഫിലിം? കാതൽ കോട്ടായി. കണ്ടോ, നിങ്ങൾ രണ്ടാളും കള്ളാന്നല്ലേ വിചാരിച്ചേ? അത് സത്യം. പിന്നെ എന്റെ ഗുരുനാഥൻ അന്ന് സമ്മതിച്ചില്ല. കല്യാണം കഴിഞ്ഞപ്പോ ഭാര്യ സമ്മതിച്ചില്ല. ഇവർ രണ്ടാളും സമ്മതിച്ചിരുന്നെങ്കിൽ ഒരു അജിത്തായിരുന്നു ഇരിക്കുന്നത്. അവരൊക്കെ സമ്മതിച്ചിരുന്ന മധു ആരാ? എവിടെ? അതൊക്കെ ദൈവം തീരുമാനിക്കണ പോലെ ഇരിക്കും. ഇതിങ്ങനെയാണ് തീരുമാനിച്ചത് ഇപ്പൊ ദൈവം. സൂപ്പർ ആയിട്ടല്ലേ തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. സിനിമയുടെ നഷ്ടം, സിനിമയ്ക്ക് നഷ്ടം, ടോപ്പ് സിംഗറിന്റെ ലാഭം. അതെ, സിനിമയുടെ നഷ്ടം, ടോപ്പ് സിംഗറിന്റെ നേട്ടം. അതെ. അപ്പൊ കുഞ്ഞാറ്റക്കിളി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇനിയും പോരെട്ടോ. ബൈ. അപ്പൊ 3 പേരും റെഡി ആയിട്ടിരുന്നു. അതെന്താന്നറിയോ? പുതിയ റൗണ്ടാ വരാൻ പോകുന്നത്. ഡിബേറ്റ് വിത്ത്
Senior സീനിയേഴ്സ് singers. മൈ ഫേവറേറ്റ് കേട്ടോ. അതെ എന്റെ Yeah. ഫേവറേറ്റ് ആണ് എന്റെയും. What about ഉണ്ണിയേട്ടൻ? അപ്പൊ തകർക്കും. തകർക്കും പൊളിക്കും നമ്മൾ. അതെ. അങ്ങനെ ഡിവൈഡ് വിത്ത് സീനിയേഴ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ശ്രീയക്കുട്ടിയാണ് എത്തുന്നത്. ശ്രീയക്കുട്ടിയുടെ കൂടെ നമ്മുടെ സീസൺ 4 ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്ന ദേവൂട്ടി എത്തുന്നു. വെൽക്കം. ഇതാരാണ്? ഓന്തന്റെ മകനാണോ? ഓന്തന്റെ മകനും ശ്രേയ ഘോഷാലും. അതെ. ഇന്ന് ഇനിയും MJ സാറിന്റെ പാട്ട്. ആണോ? അതെ. ഇനിയും യെസ്. കഴിഞ്ഞ ദിവസം നിലാവേ കേട്ടോ. അതെ അതെ അതെ. ആ, ഒത്തിരി ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, പാടിയിരിക്കും നന്നായിട്ടുണ്ട്. ഉഗ്രനായിരുന്നു. താങ്ക് യു. ഉണ്ണിച്ചേട്ടൻ ഇസ് ബാക്ക്, കണ്ടില്ലേ? Yes. യെസ് ഉണ്ണി സർ. അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട് ഉണ്ണിയേട്ടൻ വന്നതിന്റെ. അതെ. Yes. ഉണ്ണിച്ചേട്ടൻ വന്നതിന് സന്തോഷ് ട്രോഫി. ഞാൻ വിചാരിക്കായിരുന്നത് കൊറേ ആയിട്ട് വന്നില്ല എന്ന്. അതാണ്. അപ്പൊ തന്നെ വന്നു ഉണ്ണിയങ്കിൾ. അതാണ് Yes. ഉണ്ണിയങ്കിൾ. അതെ. ഞാനും മീനും ഒക്കെ അങ്ങനെയാണ്. അതെ അതെ. ഞങ്ങക്ക് കുറച്ച് ജാടുണ്ടാവും. ഇടയ്ക്ക് മാറി നിൽക്കും സ്നേഹം ഉണ്ടോന്ന് അറിയാൻ. ദേവു, എന്തോ എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോകുന്നു. ഇപ്പൊ ഭയങ്കര ബിസി അല്ലേ? ആ, അതെ. പ്രോഗ്രാംസ്. അതെ. ഈ കോസ്റ്റ്യൂം എത്ര നാളായി ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സമയം എടുത്തത്? അതിന് സമയം എടുത്തില്ല. അത്ര സമയമൊന്നും എടുത്തില്ല. ഇല്ല, രണ്ടുപേരുടെയും റിഹേഴ്സൽ എങ്ങനെ ഉണ്ടായിരുന്നു? റിഹേഴ്സൽ അടിപൊളിയായിരുന്നു. ആണോ? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ശ്രീയ? ശ്രേയ അടിപൊളിയാണ്. ആ. കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ആഹാ. എന്നെക്കാളും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് മനസ്സിലായി. ആഹാ. നീ ഇതൊന്നും ഇങ്ങനെ എന്തിന്? വിളിച്ച് പറയല്ലേ. എന്തൊരു വിനയാണ് നമ്മുടെ ദേവനന്ദക്കുട്ടിക്ക്. അതെ അതെ. ഇതൊക്കെ എങ്ങനെ കിട്ടി ഈ ക്വാളിറ്റി ഒക്കെ? മുമ്പ് ഇല്ലായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണ് കണ്ടുപിടിച്ചത് അങ്ങനെ പറയാനായിട്ട്? അങ്ങനൊന്നുമില്ല. ശ്രീയുടെ സംസാര ശൈലിയൊക്കെ നല്ല രസം കേൾക്കാൻ. ആണല്ലേ? എനിക്ക് സംസാര ഭയങ്കര ശൈലിയാണ്. ആ, പിന്നെ പൊതുവെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ സ്വഭാവം. ഇഷ്ടപ്പെട്ടു അല്ലേ? ആഹാ. ശ്രീ പറയാനുണ്ടോ ഓന്തന്റെ മകൻ? ഇല്ല, അവളത് കണ്ടിട്ട് പോലും ഇല്ലത്. ഇല്ല അല്ലേ? എല്ലാവരും നിങ്ങൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് അറിയുന്നത്. അറിയിക്കില്ലേ അത്? ആ. എനിക്ക് ഇന്നലെ അവൾക്ക് ആള് ഇഷ്ടം. കാണിച്ചു തന്നു. ആണോ? ദേവനന്ദക്കുട്ടി എന്താ ഈ പുതിയ ഡ്രസ്സിന്റെ കൂടെ പഴയ ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കണേ? 6ാം ക്ലാസ് പഠിക്കുമ്പോ ഉള്ള ഒരു അതല്ലേ പറയാൻ വന്നേ. അതെ. ആ, ആ. അല്ല ശരിയല്ലേ? ഇത്രയും ഫാഷൻ സെൻസ് ഉള്ള മധുവങ്ങളിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഒന്ന് വേണ്ട പറഞ്ഞല്ലേ? വേണ്ട വേണ്ട ഇനി ഒന്നും പറയണ്ട. ശ്രീകുടി, യെസ്. എനിക്കറിയാം പാട്ട് കൊലുസ് തെന്നി തെന്നി. ഡമാക്ക് 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 ഡം ഡൂം ഡൂം ഡം ഡൂം ഡൂം. പിന്നെ ഡം 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 ഡൂം ഡൂം. ഇതൊരു പയ്യൻ മ്യൂസിക് ചെയ്തതല്ലേ? പ്രേമചന്ദ്രൻ. ഇത്തിരി സുന്ദരനായിട്ടുള്ള ഒരു പയ്യൻ അല്ലേ? പ്രേമചന്ദ്രൻ. വിളിച്ചടാ, എന്റെ സമയം വരും. കസിൻസ് എന്നാണ് സിനിമയുടെ പേര്. ഡയറക്ടർ വൈശാഖാണ്. വൈശാഖിൻ്റെ കൂടെ 1-2 സിനിമകൾ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് കമ്പോസ് മല്ലു സിംഗ് വേറൊരു സിനിമയാണ് കസിൻസ് ഓഫ് കോഴ്സ്. ഇപ്പോൾ ഇതിലൊരു പാട്ട് എപ്പോഴും ഇപ്പോൾ റീൽസിലൊക്കെ കാണാറുണ്ട്. നീയൻ വെണ്ണില ആ. താരീരാരിരാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ. അത് അക്കാലത്ത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് കമ്പോസ് ചെയ്തതാണ്. പക്ഷെ അന്നാരും ശ്രദ്ധിച്ചില്ല. ആ, പക്ഷെ ഇപ്പൊ അത് ഇപ്പൊ അത് അതെ അതെ അതെ. എല്ലാവരും പാടുന്നുണ്ട് ഇത്. അപ്പോൾ ഈ പാട്ട് അങ്ങനെ ഒരു റിതമിക് ഒരു മോഡലുള്ളതാണ്. ഇതിന്റെ ഷൂട്ടൊക്കെ ബാംഗ്ലൂരിലും മൈസൂരിലാണ് നടന്നത്. അപ്പോൾ ശ്രീകുട്ടിയുടെ നാടല്ലേ? അപ്പോൾ ബംഗളൂരുവിൽ ഇതിന്റെ ഷൂട്ടിന് ഞാൻ പോയിട്ടുണ്ട്. ഒരു പാലസിൽ വെച്ചിരുന്നു ഇതിന്റെ ഷൂട്ട്. ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു സെറ്റൊക്കെ ആയിരുന്നു. ഭയങ്കര ഗംഭീരമായിട്ടുള്ള കൊറിയോഗ്രാഫി കണ്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കാരണം നമ്മുടെ പാട്ടുകൾ അത് അതിൻ്റെതായിട്ടുള്ള രീതി കണ്ട് ആ പാട്ടിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഡയറക്ടറുടെ കോൺസെപ്റ്റ് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ആ സമയത്ത് ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയ ഒരു പാട്ടും കൂടിയാണിത്. അപ്പോൾ അങ്ങനെയൊക്കെ ഭാഗ്യമുണ്ട്. അപ്പോൾ അതിവിടെ പാടുന്നല്ലേ. താങ്ക് യു ഫോർ ദി സോങ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരട്ടെ ശ്രീകുട്ടി. Yes. ദേവു എന്തോ കട്ടയ്ക്ക് നിൽക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. അതെ. ും
ആഹാ ആഹാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓരോ പാട്ടിനും ഓരോ ഫ്ലേവർ ഉണ്ടല്ലോ. ദിൻ തക്ക് തക്ക് ദിഗ് ദിൻ തക്ക് തക്ക് ദിഗ് ദിൻ തക്ക് തക്ക് ദിഗ് ദിൻ തക്ക് തക്ക് ദിഗ് ഡമാക്ക് 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 ഡമ ഡൂം ഡൂം. രണ്ടുപേരും കൂടെ കലക്കിയടാ. അതെ. താങ്ക് യു. ഒരു രക്ഷയില്ല. ദേവു ഇതെന്തോന്ന് ആരോടാ കളി? അതെ. താങ്ക് യു സർ. സീസൺ 4 ഞാനും ഉണ്ടായിരുന്നിരിക്കണമായിരുന്നു എന്ന് തോന്നി. തോന്നുന്നുണ്ടല്ലേ? ആ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒന്നിന്റെ മകൻ സൂപ്പറായിട്ട് പാടിയേട്ടാ. താങ്ക് യു സർ. സൂപ്പർ എന്ന് പറഞ്ഞാ പോരാ, അതെ establish. അതിഗംഭീരമായിട്ട്. താങ്ക് യു സർ. മാത്രമല്ല ടേക്ക് ഇറ്റ് ഈസി പോളിസിയാണ്. യെസ് യെസ് ഈസി. വെരി ഈസി. യാസിൻ നിസാറാണ് ഇതിൽ ആ ഹമ്മിങ് ഒക്കെ പാടിയിട്ടുള്ളത്. അപ്പോൾ യാസിൻ പാടുമ്പോഴത്തേക്കും ഒന്നാമത് ആ ഹയർ ഒക്ടേവ്സിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് യാസിനെ പാടാൻ പറ്റും. സംഗതികൾ ഇതുപോലെ പുഷ്പം പോലെ വരും. അപ്പൊ അങ്ങനെയാണ് ഇന്ന് ദേവു പാടിയിട്ടുള്ളത്. ദേവിനൊരു വലിയൊരു കൈയടി താങ്ക് യു കൊടുക്കേണ്ടതാണ്. സർ. താങ്ക് യു. അതെ. സെക്കൻഡ് ചരണത്തിൽ യാസിന്റെ ആ ഹമ്മിങ് ഒക്കെ പാടിയില്ലേ, അത് വിത്ത് കോൺഫിഡൻസ് ആണ്. പിന്നെ എഫേർട്ട്ലെസ് ഈസിലാണ്, പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. താങ്ക് ഒരു യു സർ. സലാം. ശ്രീയ കൊള്ളമായിരുന്നു. Yes, sir. എനിക്ക് തോന്നിയ ഇപ്പോ കൊലുസ് കൊലുസ് വളകൾ ഇങ്ങനെയുള്ളതല്ലേ, അത് കുറച്ചുകൂടെ ഒന്ന് ഇംപ്രസ് ചെയ്ത കൊള്ളാം. കൊലുസ് തെന്നി തെന്നി വളകൾ കൊലുസ് തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റേ പൂങ്കാറ്റേ തരരതം തരര തരതരം തരര തരതരം. കുളിര് കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുണുങ്ങി അത് കുളിര് കമ്മലിട്ട് തരത് തീരിരി തരര. ആ തരര ഒന്ന് ഇംപ്രസ് ചെയ്യണം. കുളിര് കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുണുങ്ങി കോടി കളിയാടാമോ. ഇപ്പൊ ആക്ഷനാണ് കൂടുതൽ വരണം കേട്ടാ. കുളിര് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ പാട്ടിൽ അത് വരണം. അപ്പൊ ഒന്നുകൂടെ പാടിയേ. 1 and 2 and 3 and 4. കൊലുസ് തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റേ കുളിര് കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുണുങ്ങി കോടി കളിയാടാമോ. പിന്നെ ഡമാക്കിൽ വരുമ്പോ ഡമാക്ക് 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 ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമക്ക് 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 ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം. തനക്ക് തന അത് പാടില്ലേ വെരി ബിഗിനിങ്, അതൊന്ന് പാടിക്കേ. തനക്ക് തന തനന്നന്നന്നന്ന തനക്ക് തന തന്ന. ക്വാണ്ടൈസ് ചെയ്ത് ഈ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ അതിന്റെ ആഘോഷം കറക്റ്റ് ആവണമെങ്കിൽ എന്താവണം? ക്വാണ്ടൈസ് ചെയ്ത് പാടണം, കൃത്യമായിരിക്കണം. താളത്തിൽ ആ ബീറ്റിൽ കറക്റ്റ് സിങ്കപ്പേഷനിൽ ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ്. പിന്നെ യാസിന്റെ ചില ഹമ്മിങ്ങുകൾ ആ ഫസ്റ്റ് ചരണത്തിൽ അത് ശ്രമിച്ചില്ലേ, ആ ശ്രമത്തിനൊരു വലിയൊരു കൈ കൊടുക്കാം. ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി. അത് സഭാഷാണ് കേട്ടോ. ആ കളറില്ലേ, കോസ്റ്റ്യൂം കളർ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതെ, ഞാൻ പറയാൻ വരുമായിരുന്നു. അത് അത് തന്നെ ഒരു സെലിബ്രേഷൻ ആണ്. അതിലൂടെ ശ്രീകുട്ടി പാട്ട് കൂടെ പാടുമ്പോഴത്തേക്കും അവിടെ ഒരു ഏഞ്ചൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. കേട്ടോ, ഞാൻ എപ്പോഴും പറയില്ലേ ചുന്ദരി മണിക്കുട്ടിയാണെന്ന്. അപ്പോൾ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായിട്ട് ഇത്തരത്തിൽ സെലിബ്രേഷനുള്ള റിതമിക് ആയിട്ടുള്ള സോങ്സ് പാടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ ട്രാക്കിൽ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. അതിന് കോൺടാക്സേഷൻ കൃത്യമായിരിക്കണം. അതിൻ്റെ നോട്ട്സൊക്കെ കുറച്ചും കൂടെ പെറുക്കി പെറുക്കി പാടുകയാണെങ്കിൽ ആ സംഗതികളൊക്കെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ധ്വനിക്കും. ആ ധ്വനി വരട്ടെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സുധാഹരണ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദേവനന്ദകുട്ടി, ശ്രീകുട്ടി, Yes, sir. രണ്ടുപേരുടെയും കോസ്റ്റ്യൂം കലക്കിയിട്ടുണ്ട്, അത് തന്നെ പറയട്ടെ. പിന്നെ ദേവനന്ദകുട്ടി ഇന്ന് മുടി വിടർത്തിയിട്ടുണ്ട്, അതും കൊള്ളാം. താങ്ക് യു സർ. നന്നായിരുന്നു, രണ്ടുപേരും കലക്കി താങ്ക് യു സർ. അതിമനോഹരമായിട്ട് പാടി. എം ജെ ഞങ്ങള് പറഞ്ഞല്ലോ ഓൾറെഡി. ദേവനന്ദകുട്ടി പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സീസൺഡ് ആണ്. ഈസിയാണ് സിംഗിങ്, ഈസി ആയിട്ടാണ് ആ സംഗതികളൊക്കെ, ഒരു ടെൻഷൻ ഇല്ലാണ്ട് പുല്ല് പോലെ അങ്ങ് പാടി. താങ്ക് യു സർ. മിടുക്കി. താങ്ക് യു സർ. അപ്പൊ ശ്രീകുട്ടി, Yes, sir. ശ്രീകുട്ടിയും പാടിയത് പല ഭാഗങ്ങളും വളരെ സൂപ്പറായിട്ട്, നല്ലൊരു ആ ഹമ്മിങ് ഒക്കെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നല്ലൊരു കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ വന്നാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഭൂരിഭാഗവും വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ ആ പഞ്ചുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ആ ഡമാക്കിലൊക്കെ കുറച്ചും കൂടി ഒരു, അതുപോലെ തന്നെ എം ജെ ഞങ്ങൾ പാടിപ്പിച്ചില്ലേ, ആ പോർഷൻസ് ഒക്കെ അതുപോലെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഹമ്മിങ് വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ ഒക്കെ നല്ലൊരു ഈസി ആയിട്ട് ഫ്ലോയിൽ വരണമെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം സൂപ്പറായിരുന്നു. രണ്ടുപേരും കാലക്കി താങ്ക് യു സർ. കേട്ടോ. Thank you. ഹായ് ശ്രീകുട്ടി.
ഹായ് സർ. ഓർമ്മയുണ്ടോ? യെസ്. ഈ മുഖം ദേവനന്ദനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് നേരിട്ട്, ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാർട്ട്ണറെ കിട്ടി ശ്രേയയ്ക്കിന്ന്. വെരി കോൺഫിഡൻറ്റ് ഗേൾ ആൻഡ് കോൺഫിഡൻറ്റ് സിംഗിങ് ആസ് വെൽ. അതാണ് ഇന്നത്തെ ഈ ഒരു സോങ്ങിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയാം സത്യമായിട്ടും. ഓക്കെ, ഈ പാട്ടിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ശ്രേയയുടെ വോയിസ് തന്നെയാണ്. അതെ, ആ ഒരു ടിഞ്ച് ഉണ്ടല്ലോ വോയിസിൻ്റെ, അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയി കൊണ്ടു നമ്മളെ ശ്രേയ. താങ്ക് യു. ശ്രിയ സോറി. ആൻഡ് ശ്രേയ ആണ് ഇഷ്ടം, വിളിച്ച അത് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ അങ്ങനെയാണ് ചിന്ത. അതാണ് ഇൻസ്പിറേഷൻ. അപ്പൊ ആ പേരിടാനുള്ള ഇൻസ്പിറേഷൻ തന്നെ അതാണ്. സോ ഐ വിൽ കോൾ യു ശ്രേയ ഇറ്റ്സെൽഫ്. ഓക്കെ, ആൻഡ് ഈ പാട്ടിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ആണ്. ആൻഡ് കുട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പോസിഷൻസ് എന്ന് പറയണം. കാരണം അത്രയും എനർജി ഉള്ള ഒരു പാട്ടാണ്. അത് അത്രയും എനർജി കൊണ്ടുവരണമെങ്കിൽ അത് കുട്ടൻ എത്ര അതിന്റെ പിന്നാലെ വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്, അല്ലേ? ഒരു 2 മാസമെങ്കിലും ഇതിന്റെ ഈ ശരിക്കും എനിക്ക് അത് ആലോചിച്ചാൽ അറിയാം ശരിക്കും. കാരണം അത്രയും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എനർജി വന്ന് ഒരു തുള്ളാൻ തോന്നുന്നു. അത്രയും ഒരു എനർജി ഉള്ള ഒരു പാട്ട്. ആൻഡ് ഷീ ഓൾസോ ഡിഡ് ഡാൻസ്, ബോത്ത് ഓഫ് ദം ഡാൻസ്ഡ് വെൽ. കുറച്ച് ശ്രീകുട്ടിക്ക് ഇത്തിരി ചമ്മലുണ്ടെന്നേ ഉള്ളൂ ഡാൻസ് ചെയ്യാൻ. പക്ഷേ ദേവനന്ദ ഒരു സീസൺ കഴിഞ്ഞ് വന്നതല്ലേ, അടിച്ച് പൊളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി രണ്ടുപേരുടെയും കോമ്പിനേഷനും. ആൻഡ് ഓൾസോ ദി ബാക്കിംഗ് വോക്കൽസ് എല്ലാം ഭംഗിയായി, വളരെ ഭംഗിയായി. ഇവർ രണ്ടാളും ഇപ്പോൾ കമ്പോസർ തന്നെ പറഞ്ഞു കുറച്ചും കൂടിയൊക്കെ പെർഫെക്ഷൻ അവിടെ ഇവിടെയൊക്കെ ആവാം. ആൻഡ് ഓൾസോ ദ ധമാക്ക് ഒക്കെ പറയുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പഞ്ച് കൊടുക്കാം. രണ്ടുപേരുടെ വോയിസ്, വോയിസിന്റെ ക്ലാരിറ്റി ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പിന്നെ ലൈവ് അല്ലേ പാടുന്നത്, അപ്പോൾ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ വരാം. ദാറ്റ്സ് ഓക്കെ. കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ വേണം, അല്ലെങ്കിൽ ആൾക്കാർ ആയിരിക്കും പ്ലസ് ആ പറഞ്ഞത്. റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നാന്ന് വിചാരിക്കും അല്ലേ? അതെ, പലർക്കും സംശയമുണ്ട് കേട്ടോ. എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ട്യൂണൊക്കെ ചെയ്തിട്ടല്ലേ ഇവിടെ എന്നോടൊക്കെ ചോദിക്കാറുണ്ട്. അതെ ശരിക്കും. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പല സിംഗേഴ്സും പാടുന്നത് ഇവിടെ. അപ്പൊ ഇന്നും ആ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ലെറ്റ്സ് ലീവ് ഇറ്റ് ഓഫ്. ഓൾ ദി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ലക്ക്. ഈ ഒരു ഡ്യുവറ്റ് റൗണ്ടിന്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ്. യെസ്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ദേവുവിന് എക്സ്പീരിയൻസ്, അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ക്യാമ്പയിനർ ആണെന്ന് തെളിയിക്കുന്നുണ്ട് പാട്ടിലൂടെ. അത് നമുക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ശ്രീയയ്ക്ക് അതിൽ നിന്ന് ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് അടുത്ത ഒരു പെർഫോമൻസിന് വരുമ്പോഴത്തേക്കും അത്രയും കോൺഫിഡൻസും കൂടെ ദേവുവിൻ്റെ ഇങ്ങനെ ചോദിക്കണം. അതെ, ഓക്കെ, ആവാഹിച്ചെടുക്കാം. അപ്പൊ നമ്മൾ സംഗീതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം, അതാണ്. കുട്ടൻ ശ്രേയ എത്ര നേരം എടുത്തു ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ? ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്ന ഒരു 2 hours എടുത്തിട്ടുണ്ട്. 2 hours അല്ലേ? ആ പ്രസൻസ് ഭയങ്കരമായിരുന്നു വോയിസ് സോങ്ങിൽ ത്രൂ ഔട്ട് ദ സോങ്. അപ്പോൾ താങ്ക് യു ദേവികുട്ടി. And Shreya going to be awarded 97.75 on 100 today. അപ്പൊ ദേവുട്ട താങ്ക് യു സോ മച്ച്. ഇനി ഇവിടെ തന്നെ കാണൂല്ലേ? എങ്ങും പോകരുത് കേട്ടോ. ശ്രീകുട്ടി ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമുക്ക് പുതിയ റൗണ്ട്സ് ഒക്കെ വന്നു, അതുപോലെ നമുക്ക് പുതിയ മാർക്കും കൊണ്ടുവരണം. ഓൾ ദ ബെസ്റ്റ്. ബൈ.